ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു കല്യാണിയുടെ കുഞ്ഞിന്റെ അരികിലേക്ക് വരികയാണ്. മനസ്സിൽ കരുതുന്നുണ്ട്, എനിക്കുമുണ്ട് ഇതുപോലൊരു കുഞ്ഞ്. എനിക്ക് കുഞ്ഞുങ്ങളോടൊന്നും ഒരു വിരോധവുമില്ല. പക്ഷേ ഇവരുടെ ജീവിതം ഇല്ലാതാക്കണമെങ്കിൽ നിന്നെ കൊല്ലണം. പിന്നെ തന്നെയില്ല, എൻ്റെ അച്ഛനെ തളർത്തി കിടത്തിയത് നിന്റെ അച്ഛനാണടാ എന്നിങ്ങനെ ആ കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് വേഗം ആ കുഞ്ഞിന്റെ അരികിലേക്കായിട്ട്, കുഞ്ഞാണെങ്കിൽ നല്ല കളിച്ചിരിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സരയു ഇങ്ങനെ കൈകൊണ്ട് വരുന്ന കാണുമ്പോൾ അനങ്ങാതെ കിടക്കുന്നുണ്ട് ആ കുഞ്ഞ്. അപ്പൊ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ആ കൈ കൊണ്ടങ്ങട് ചെല്ലുമ്പോഴേക്കും പുറകിൽ നിന്ന് നമ്മുടെ കല്യാണിയുടെ വിളി, എടീ എന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും സരയു ഞെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നീ ചെയ്തത്? എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു എന്നും പറഞ്ഞ് വേഗം വന്ന് അവളുടെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുകയാണ്. അങ്ങനെ പുറകെ ആയിട്ട് നമ്മളെ കിരണം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പുറത്തു പോയിരിക്കായിരുന്നു. അപ്പോഴേക്കും വന്നതാണ്. പക്ഷെ ഇപ്പോഴും താരയും ദീപയും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ കല്യാണി അവളുടെ കഴുത്തിന് പിരിച്ച് ഞെക്കുകയും അതുപോലെ തന്നെ കല്യാണിയെ അവൾ തട്ടി മാറ്റി കിടക്കിലേക്ക് തട്ടിയിട്ടിട്ട് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, എന്താടി നീ എവിടേക്കാടി ഓടി രക്ഷപ്പെടുന്നത് എന്നും ചോദിച്ച് അവളെ കൈ രണ്ടും പിടിച്ച് പുറകിലേക്ക് ഇങ്ങനെ പിടിച്ച് കെട്ടുകയാണ്. എന്നിട്ട് കല്യാണിയോട് കിരൺ പറയുന്നുണ്ട്, ഇന്ന് കല്യാണി ഞാൻ ഇവളെ ഒന്നും ചെയ്യില്ല, നീ തന്നെ ഇവളെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും അവളുടെ മുഖത്തടിക്കുകയും അതുപോലെ തന്നെ അവളെ നല്ല അടിയടിച്ച് നല്ല ഇതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും ദീപ അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തി, എന്താ എന്താ ഇവിടെ എന്നും ചോദിച്ചിട്ട്, എന്താന്നോ ഈ നമ്മുടെ കുഞ്ഞിനെ ഇവൾ കൊല്ലാൻ നോക്കിയിരിക്കുന്നു, ഇവൾ അതിനു വേണ്ടി ഇവിടെ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പം വീണ്ടും കല്യാണി തല്ലുന്നുണ്ട് നമ്മുടെ സരയുവിനെ. അപ്പോൾ സരയുവിനെ മാറ്റി നിർത്തുകയാണ് താര ചെയ്യുന്നത്. അപ്പോൾ സരയുവിനെ രക്ഷിക്കുകയാണ് കല്യാണിയുടെ കയ്യിൽ നിന്നും. അപ്പൊ ആ സമയത്ത് കല്യാണി താരയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ആന്റി ഇവളെ മാറ്റി നിർത്തുന്നത്, എന്തിനാ അവൾക്ക് തല്ലുകൊള്ളാതിരിക്കുക ആന്റി എന്തിനിടയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ താരയോടും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ സര ഇങ്ങനെ നിൽക്കണം, പറയുന്നുണ്ട്, ഇവനാണ് എൻ്റെ അച്ഛനെ തല്ലി നടു ഒടിച്ച് കിടത്തിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയത് നിന്റെ അച്ഛനല്ലേടി എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് പറയാണ്, അതെ നിനക്ക് ഈ ശിക്ഷ ഒന്നും പോരാ, നിനക്ക് എന്തായാലും നീ ഇങ്ങോട്ട് വാടി, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിനക്ക് എന്തായാലും നിന്റെ വീട്ടിലോട്ട് തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നിനക്കുള്ള ശിക്ഷ തരണം എന്നും പറഞ്ഞിട്ട് കല്യാണി അവളെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. പുറകെ ആയിട്ട് കിരണമുണ്ട്. അപ്പൊ ദീപയും നമ്മുടെ താരയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാണ്. എന്തായാലും ദീപ താരയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, താരേ നീ എന്തായാലും അവളെ ഇനി സ്നേഹിക്കേണ്ട, കാരണം നീ അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞത് നീ അറിയരുതായിരുന്നു, അതാണ് ഇപ്പൊ ഇത്ര പ്രശ്നമായത്. എന്തായാലും ഇതുപോലൊരു അസുരവിത്തിനെ ഇതുപോലൊരെണ്ണത്തിനെ നിനക്ക് കിട്ടിയ നീ അത് അങ്ങ് ഇല്ലാന്ന് വിചാരിച്ചോ, കാരണം ഒരിക്കലും നിന്നെ അവള് സ്നേഹിക്കില്ല. പിന്നെ തന്നെയല്ല, ഞാൻ എൻ്റെ മകനെ തള്ളിക്കളഞ്ഞത് നിനക്കറിയില്ല, അതുപോലെ നീ ഇവളെയും തള്ളിക്കളയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അങ്ങനെ അവളെ വലിച്ച് അവിടേക്ക് കൊണ്ടുപോയി. അപ്പം നമ്മുടെ രാഹുലിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സരയുവിനെ. രാഹുൽ ഞെട്ടിയിട്ടിങ്ങനെ എന്തായി വന്ന് വീണ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴും സരയു. അപ്പൊ പുറകിലായിട്ട് കല്യാണിയും കിരണം. അപ്പോ എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അവരും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മകളുടെ മുഖത്തെ പാട് നോക്കിയാൽ അത് ഞാൻ തല്ലിയതല്ല, അതെ ഇവൾ കല്യാണി തല്ലിയതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ തല്ലുന്നത് എന്നിങ്ങനെ നമ്മുടെ ശാരി ചോദിക്കുന്നുണ്ട്. എന്തിനാ തല്ലിയതെന്നോ, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വന്നതാ അവള്, അവിടേക്ക് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്നിങ്ങനെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. എന്തിനാ മോളെ നീ അങ്ങോട്ട് പോയത്, നിന്നോട് നീ പിന്നെ അങ്ങോട്ട് പോയി, എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യമെന്ന് ഷാരി ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സരു അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. ഇവനാണ് എൻ്റെ അച്ഛൻ്റെ നടു ഒടിച്ച് ഇവിടെ കിടത്തിയത്, ഇവനെ എനിക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സത്യം അങ്ങ് വെളിപ്പെടുത്താം അല്ലെ കല്യാണി, ആദ്യഘട്ടമായിട്ട് അതങ്ങ് പറയാലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരി ഞെട്ടുകയാണ്. ശാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ
മനോഹരനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമോ പറയാൻ പോകുന്നത്. അപ്പോൾ വേണ്ട മോളെ, വേണ്ട, പറയരുത്, ദയവ് ചെയ്ത് പറയരുത്, ചതിക്കല്ലേ എന്ന് പറയുമ്പോൾ കേട്ടോടി പറഞ്ഞത്, ചതിക്കല്ലേ എന്ന്. ഇവർക്കൊക്കെ അറിയാടി ആ സത്യം എന്താണെന്ന്, നിനക്കും അറിയായിരിക്കും, നിനക്ക് മാത്ര എന്തായാലും അതങ്ങ് പറയാമെന്നും പറഞ്ഞിട്ട് നിന്റെ അമ്മ, പെറ്റമ്മ, ഈ നിൽക്കുന്നവരല്ല, ഞങ്ങളുടെ വീട്ടിലില്ലേ താരയാൻ്റെ, അതാണ് നിന്റെ പെറ്റമ്മ എന്ന് കല്യാണി പറയുന്നുണ്ട്. അത് കേട്ടിട്ടൊന്നും നമ്മുടെ സരയുന് വലിയ കുലുക്കൊന്നുമില്ല. കാരണം സരയു ആദ്യമേ അറിഞ്ഞിട്ടുള്ള സത്യം തന്നെയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട് അവൾക്ക് എന്തായാലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവൾ ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ താരയാൻ്റിയെ 1-2 വട്ടം അവൾ കൊല്ലാൻ നോക്കിയത് എന്നും പറഞ്ഞിട്ട്, അങ്ങനെ ഇനി മേലാൽ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു നോക്കിയാൽ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് കല്യാണിയും കിരണും. മാറി നിൽക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശാരിയെ തട്ടിയിടുകയാണ്. അങ്ങനെ വന്ന് വീഴുന്നത് രാഹുലിൻ്റെ അരികിലേക്ക്. രാഹുൽ അങ്ങനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവൾ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും വന്നിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദീപയ്ക്ക്. അപ്പം പറയാണ് എന്താവാൻ അമ്മ, കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താവോ? അപ്പം ആരാ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത് അമ്മ? നിങ്ങൾ രണ്ടുപേരും പുറകിൽ പോയി നിന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? കുഞ്ഞിനെ നോക്കേണ്ടത് ആരായെന്ന് ഇങ്ങനെ കല്യാണി ദേഷ്യത്തോട് ചോദിക്കണം. എത്രയായാലും സ്വന്തം കുഞ്ഞിനെയാണല്ലോ ഈ അപകടം പറ്റാൻ പോയത്. അപ്പോൾ കല്യാണി അമ്മയാണെന്നും നോക്കാതെ അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. ചെയ്ത് തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ കിരണും പറയുന്നുണ്ട് അതെ, അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് പുറകിലോട്ട് പോകണമെങ്കിൽ ഈ ഫ്രണ്ട് ഡോർ നിങ്ങൾ എന്തിനാ തുറന്നിടുന്നത്? അത് നിങ്ങൾക്ക് അടച്ചിട്ടിട്ട് പോയാൽ പോരെ എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഇത് അങ്ങനെ ഒരുത്തിയാണ് അപ്പുറമുള്ളത്. ഇനി ഇത് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്താവുകയായിരുന്നു എന്നൊക്കെ കല്യാണം ഇങ്ങനെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുലും ശാരിയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അതെ, നിങ്ങളാണ് അവളെ ഈ ഒരു തരത്തിലാക്കിയത്. അപ്പോൾ അവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവളുടെ ജീവിതത്തിൽ എല്ലാം നശിച്ചു എന്ന് തോന്നിയപ്പോഴായിരിക്കാം കല്യാണിയുടെ കുഞ്ഞിൻ്റെയൊക്കെ അരികിലേക്ക് പോയത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് രാഹുൽ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് സംശയങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ ആക്കിയത്, നിങ്ങളുടെ ചതികളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തായാലും അവളുടെ അരികിലേക്ക് ഒന്ന് പോടി, എന്നിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പോവാനാണ്? അവളൊരു തീയാണ്, തീയുടെ അരികിലേക്ക് പോവാൻ എന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പിന്നെ പോവാം, എന്തായാലും എപ്പോഴെങ്കിലൊക്കെ അവളെ അരികിലേക്ക് പോകണമല്ലോ, സമാധാനിപ്പിക്കണമല്ലോ. ഈ കളികൾ അവസാനിക്കുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾക്ക് വല്ല പിടുത്തോണ്ടോ? നമ്മുടെ മകളുടെ ആത്മഹത്യ, അതിലേക്കാണ് ഈ ഒരു കളികൾ പോകുന്നത്. ഇനി എന്തായാലും മനോനെ പറ്റിയുള്ള സത്യങ്ങൾ മാത്രമേ അവൾ അറിയാനുള്ളൂ. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊക്കെ ശാരി നമ്മുടെ രാഹുലിനോട് പറയുന്നുണ്ട്. എന്തായാലും ശാരി നേരെ പോകുന്നത് സരീൻ്റെ അരികിലേക്കാണ്. അങ്ങനെ സരയുവിനോട് പറയാണ് മോളെ, അവർ പറഞ്ഞതൊക്കെ നുണയാണ്, വെറുതെ പറഞ്ഞതാണ്, മോളുടെ അമ്മ ഞാൻ തന്നെയാണ്. അപ്പോൾ നേരെ നമ്മുടെ ശാരിയുടെ മുടി ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് സരയു ചോദിക്കുന്നുണ്ട് നേരാണോ അവർ പറഞ്ഞതൊക്കെ നുണയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശാരി ഇങ്ങനെ വിട്ടിട്ട് പറയാണ് ഞാൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഞാനിത് തെളിവ് സഹിതം എല്ലാതും ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ അമ്മയല്ല, അവരാണ് ആ സംസാരിക്കാത്ത, എനിക്ക് അവരെ പേര് പറയാൻ വരെ അറപ്പാണ്, അവരാണല്ലേ എൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അപ്പം എനിക്കറിയില്ല മോളെ, ഞാൻ ഈ അടുത്തിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എല്ലാത്തിനും കാരണം അയാളാണ്, ആ രാഹുൽ അല്ലേ, അയാൾ ബഗാസുരൻ എന്ന് പലരും വിളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അച്ഛൻ അങ്ങനെ വിളിച്ചിട്ടില്ല. അയാൾ അസുരൻ തന്നെയാണ്, ശരിക്കൊരു അസുരൻ. ആ അസുരൻ ഇനി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല, അയാളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശാരി ഞെട്ടി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്